അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയിലാണ് കേട്ടോ, പാർട്ടാക്കിയിട്ട് ചെയ്തതാണ്. വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് 2 ദിവസത്തെയും വീഡിയോസ് പാർട്ട് 1, 2 അങ്ങനെ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് റിസോർട്ടിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. എഴുന്നേറ്റ് കഴിഞ്ഞ് തിരക്കും ബഹളമൊക്കെ ആവുന്നതിന് മുന്നേ ഞാൻ പോയിട്ട് വേഗം കുളിച്ച് വന്നു. ലക്കിയാണെങ്കിൽ ക്ഷീണത്തിൽ നല്ല ഉറക്കമാണ്. അവനവിടെ കിടക്കട്ടെ, താഴെ പോയിട്ട് ഏട്ടനെയും ഇക്രൂനും പോയിട്ട് എണീപ്പിക്കാമെന്ന് വെച്ച് ഞാൻ എൻ്റെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ എത്തിയപ്പോഴേക്കും 2 പേര് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് 2 പേരെയും കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. ഇന്നലെ രാത്രി എത്തിയ കാരണം റിസോർട്ടിൻ്റെ ചുറ്റുഭാഗവും കാര്യങ്ങളും നല്ലപോലെ കാണാൻ പറ്റിയിരുന്നില്ല. റിസോർട്ട് നല്ലോണം ഓക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമായാലും കിടക്കുന്ന സ്ഥലമായാലും ചുറ്റുഭാഗമായാലും നല്ല ക്ലീനായിട്ട് വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഏട്ടൻ ഇക്രൂനൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പിന്നെ മുകളിലേക്ക് കയറിയിട്ട് ലക്കീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. കൂടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ നേരം വൈകുമെന്ന്. കുറച്ചപ്പുറം മാറിയിട്ട് അവിടെ ഒരു നല്ല ചായക്കടയുണ്ട്, പലഹാരമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം റെഡിയായി. ഞങ്ങൾ 2-3 ഫാമിലി ഇട്ടാ. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ചായ കുടിച്ച് വരാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു ട്രിപ്പ് പോയായിരുന്നു, അവർ കുടിച്ച് വന്നതിന് ശേഷമാണ് പറഞ്ഞത് ഞങ്ങളവിടെ പോയി കുടിച്ചു, നല്ല ചായ ആയിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഒരു ആഗ്രഹം അവിടെ പോയിട്ട് കുടിച്ചിട്ട് വരാമെന്ന്. വേഗം തന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. റിസോർട്ടിൻ്റെ പേരാണ് ല പാരഡൈസ്. ചായക്കടയ്ക്ക് കുറച്ചധികം ദൂരം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, എന്നാലും കുഴപ്പമില്ല, കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണാമല്ലോ. പിന്നെ ഇത്രയും പേര് റെഡിയായി വരുമ്പോഴേക്കും നേരെ ഏകദേശം കുറച്ചധികമാവും. അപ്പോഴേക്കും ഞങ്ങൾക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമല്ലോ എന്ന് വെച്ച് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് അങ്ങനെ വല്ലാതെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു ഗ്രാമം പോലെയൊക്കെ തോന്നിയായിരുന്നു. ചില്ലുകൂട്ടിലിരിക്കുന്ന ഉഴുന്നോടെ എണ്ണം കുറവാണ് കേട്ടോ. അത് കണ്ടിട്ട് ഞാൻ ഏട്ടനോട് വേഗം പറഞ്ഞു, ഒരെണ്ണം വേഗം എനിക്ക് എടുത്ത് തന്നേക്കെന്ന്. കൂട്ടത്തിൽ ആർക്കും എന്നെപ്പോലെ അങ്ങനെ ഉഴുന്ന് വടക്കി വലിയ ഭ്രാന്തൊന്നുമില്ല. എല്ലാവരും ഉള്ളിവടയും പരിപ്പടൊക്കെ എടുക്കാൻ പറയുമ്പോൾ എൻ്റെ കണ്ണ് ആദ്യം ഉടക്കിയത് അങ്ങോട്ടേക്കാണ്. ചായ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല സൂപ്പർ ചായ ആയിരുന്നു, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ വേഗം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിത് റിസോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ സിപ്പ് ലൈനില്ലേ, അതിൻ്റെ ഒരുപാട് സെൻറ്റർ ഉണ്ട് കേട്ടോ അവിടെ. ഈ നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് 3 സെൻറ്റർ തന്നെ കണ്ടു. പക്ഷെ അവിടെ നിന്ന് വർക്കിംഗ് അല്ല തോന്നുന്നുണ്ട്, ചുറ്റുപാടൊക്കെ കണ്ടിട്ട് ആരും കയറാറില്ല തോന്നുന്നുണ്ട്. ഒരു നീണ്ട മോർണിംഗ് വാക്കിന് ശേഷം എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും എത്തിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുവരെ എല്ലാവരും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി അടിച്ചുകൊണ്ടിരിക്കുക. ഞാനപ്പോഴേക്കും ഏട്ടൻ്റെ റൂമിലോട്ട് ചെന്നിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ബാഗിലാക്കി നോക്കുമ്പോൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയെ കപ്പിൾസ് എല്ലാവരും കൂടിയിട്ടിരുന്ന് ഫോട്ടോ എടുക്കുന്നു. 2 പേരും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വേപ്പിച്ചിട്ട് പല പോസിൽ നിർത്തിച്ചിട്ടാണ് അവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും റെഡി ആയിട്ട് വന്ന് കുറച്ചധികം ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം ബസ് കയറിയേ. ആദ്യം അവർ ഞങ്ങളെ കൊണ്ടുപോയത് ഈ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി എന്ന് പറയാൻ പറ്റും, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം, അങ്ങനെ സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മളിത് ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതല്ലാതെ ഇതൊക്കെ ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ കരിമ്പിൻ്റെ കൃഷിയുണ്ട്. നമ്മൾ കരിമ്പ് എടുക്കുന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പര് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട് കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങിയായിരുന്നു. ഞങ്ങൾ ഈ പാക്കേജിൽ ട്രെക്കിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ട്രെക്കിംഗ് കൂടി ചെയ്യായിരുന്നു ഇതിൻ്റെ കൂടെ നിന്ന്. എക്സ്ട്രാ പേയ്മെൻറ്റ് വരും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും അത് വേണ്ടെന്ന് വെച്ചത്. സംഭവം അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി കളറായിരുന്നേനെ എന്നൊക്കെ ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, അതിലുപരി നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് ദൂരയാത്രയൊക്കെ പോകുന്നത് ഒരു പ്രത്യേകതരം വൈബല്ലേ. ഇതെൻ്റെ ലക്കിമോന് ഞാനും കൂടി ഇത് നടന്നു വരുന്നു. സംഭവം എന്തിനെ പറ്റിയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലെ ഇവരുടെയൊക്കെ കൂർക്കമലീനെ പറ്റിയിട്ടാണ് പറയണത്. മറ്റേ ഡീസലിന്റെ ഇതില്ല ജനറേറ്റർ ഭയങ്കര
അവിടെ ചെന്ന് ഈ കപ്പിൾസ് ഒരുമിച്ചല്ല സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈശ്വരൻ്റെ ഏട്ടൻ്റെ കൂർക്കവലി കാരണം ഇവർക്കൊന്നും ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ പിറ്റേ ദിവസം ബസ്സിൽ കയറി ഇവരോടൊക്കെ ഈ ഡിസ്കഷൻ കേട്ടപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും സമാധാനമായത്. ഏട്ടനേക്കാളും കൂർക്കവലിയുടെ കാര്യത്തിൽ കുറച്ച് ബിരുദന്മാരുണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ് അവർ. പാക്കേജിലുണ്ടായിരുന്ന ചേട്ടന്മാർ വന്ന് പറഞ്ഞത്ര പിറ്റേ ദിവസം രാവിലെ പുറത്ത് പുലിയുടെ മറ്റോ സൗണ്ട് കേട്ടുന്നു, അത് ഗർജനല്ല ഇവരുടെ കൂർക്കമലിയാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി അതെല്ലാവരും അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുട്ടികൾക്കുള്ള പാർക്ക് അതൊഴിച്ചിട്ട് നല്ല വള്ളിപ്പടർപ്പൊക്കെ ഉള്ള നല്ല മരങ്ങളൊക്കെ ആയിട്ട് ചുറ്റിലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ലക്കിമോൻ നല്ല ഉഷാറിലാണ് നടന്നു പോണത്. ഓരോ റൈഡും അവൻ്റെ കണ്ണിൽ വിട്ടിരിക്കുന്നു. ഇതാ ഇങ്ങനത്തെ കുറച്ച് മരങ്ങളും വള്ളിപ്പടർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും അതുമ്മ കയറി തൂങ്ങലൊക്കെ ആയിരുന്നു പണി. പിന്നെ കുറച്ച് നേരം ഞങ്ങളൊന്ന് അവിടെ ഇരുന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൂട്ടിയിട്ടാണ്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ച വരെ അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും ഒരുപാട് നേരം അവിടെ ഇരിക്കണ്ടേന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫോണൊക്കെ ഒന്ന് എടുത്ത് റീൽസിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചു. പിന്നെ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ്. വന്നപാടെ ഇക്രൂലേക്കും കൂടിയിട്ട് ഓരോ റൈഡ് മാറി മാറി ഇരുന്ന് കളിക്കായിരുന്നു. ഇതാ ഞാനും വർഷം കൂടി കട്ട പോസ്റ്റ് അടിച്ചിരിക്കുന്നു. അവർ മാത്രമല്ല ഞങ്ങളും എടുത്തായിരുന്നു കുറച്ച് റീൽസൊക്കെ, കുറച്ച് ഡാൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉച്ചയ്ക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ പോയത് തേയിലത്തോട്ടത്തിലേക്കാണ്. കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു, അതുപോലെ അങ്ങോട്ട് തിരിച്ച് കയറണ്ടേന്ന് ആലോചിച്ച് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. പക്ഷെ കയറാൻ എനിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇറങ്ങി വരാനായിരുന്നു നല്ല ബുദ്ധിമുട്ട്. 1-2 വട്ടം ഞാൻ വീഴാനൊക്കെ പോയി അവിടെ നിന്ന്. ഇറങ്ങിയ വഴിക്ക് എന്തായാലും കയറിയല്ലേ പറ്റുമെന്ന് ചോദിച്ച് രണ്ടും കൽപ്പിച്ച് ഞങ്ങളെല്ലാവരും കൂടി കയറി കേട്ടോ. പിന്നെ അടുത്തത് ഞങ്ങൾ പോയത് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാണാൻ വേണ്ടി മാത്രമല്ല എല്ലാവരും ഒന്ന് ഇറങ്ങി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് തയ്യാറെടുപ്പോടെയാണ് വന്നിരിക്കുന്നത്. ഇക്രൂനെയും ലക്കേനെയും കൊണ്ട് ഏട്ടൻ കുറച്ച് അപ്പുറത്തേക്ക് ചെന്നു കേട്ടോ. ഞാൻ പിന്നെ ഇറങ്ങിയില്ല. അവർ വരുന്നവരെ ആ പാറയുടെ മുകളിൽ ഇരുന്നിട്ട് നേരം കഴിച്ചു കൂട്ടി. പക്ഷേ ലക്കി കുറേ നേരമൊന്നും നിന്നില്ല അവിടെ, കാരണം വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു. അവനാണെങ്കിൽ വിറച്ചിട്ട് ഏട്ടനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടനും നല്ലപോലെ ഇറങ്ങാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ ഏട്ടൻ്റെ ഒക്കത്തുനിന്ന് താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അവനെ എടുത്തുകൊണ്ട് വന്നു. അവരെങ്കിലും നന്നായിട്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. നെക്സ്റ്റ് ഇനി സ്ഥലങ്ങളൊന്നും കാണുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ തന്നെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് അവർ പർച്ചേസിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം നിർത്തിയിട്ട് തരുമെന്ന് പറഞ്ഞു. പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അടിമാലിയിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം ബസ്സിലോട്ട് കയറി. ഇനി നേരെ നാട്ടിലോട്ട്. അങ്ങനെ 2 ദിവസത്തെ 3 ട്രിപ്പ് നല്ല രീതിക്ക് തന്നെ ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചായിരുന്നേ. ഇനി നെക്സ്റ്റ് ഇയർ വെക്കേഷൻ വരുമ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും കൂടി ഒരു വട്ടം കൂടി മൂന്നാറല്ലെങ്കിലും വേറെ ഏതെങ്കിലും പ്ലേസ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞത്. മൂന്നാർ വിശേഷങ്ങളൊക്കെ അടങ്ങിയ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.